അപ്പോൾ നമസ്കാരം. നമ്മുടെ ആദ്യം മോളെ ഒന്ന് പരിചയപ്പെടുത്തുക. പേരെന്നായിരുന്നു? എൻ്റെ പേര് കാശ്മീര സുജീഷ്. എനിക്ക് ഒരുമ്പെട്ടവൻ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ച് ഒരുപാട് ഭാഗ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. ഇത് മിസ് ചെയ്യരുത്. നല്ല പടമാണ്. ഇന്ദ്രൻസേട്ടനും നമ്മുടെ ജാഫർ ഒക്കെ ആയിട്ടുള്ള സൂപ്പർ അഭിനയം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരോടൊക്കെ അഭിനയിച്ചത് നല്ല ഭാഗ്യം. ഞാൻ അതിൻ്റെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നല്ല ഭംഗിയായിട്ട് തന്നെ മോള് ചെയ്തു. നമ്മുടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4th 7th ഡേ. 7th ഡേ. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നല്ല സൂപ്പറായിട്ട് പോകുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം പേഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനുവരി 3-ാം തീയതി കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ ആ സംഭവം തുടങ്ങുന്നത് ഇവിടുന്നാണ്. അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. ദക്ഷിണകാശി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുജീഷ് ദക്ഷിണകാശി നിർമ്മിച്ച് സുധീഷും ഹരിനാരായണൻ KM കൂടെ സംവിധാനം ചെയ്യുന്ന ഒരുമ്പെട്ടവൻ എന്ന മലയാള ചലച്ചിത്രം 2025 ജനുവരി 3-ാം തീയതി റിലീസാകുകയാണ്. മലയാളികൾക്ക് ഇതൊരു പുതുവർഷ സമ്മാനവും അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ ഇന്നേ വരെ കാണാത്ത ഒരു പുതിയ പ്രമേയമാണ് ഈ സിനിമയിലെ കഥാതന്തു. ഇത് നമുക്കിടയിൽ സംഭവിക്കാവുന്ന വിഷയവുമായിട്ടാണ് ദക്ഷിണകാശി ടീം എത്തിയിരിക്കുന്നത്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, ജോണി ആന്റണി, ഡയാന ഹമീദ്, ബേബി കാശ്മീര എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ബേബി കാശ്മീരയുടെ വീടാണിത്. ബേബി കാശ്മീരയുടെ പിതാവ് തന്നെയാണ് ഈ സിനിമയുടെ നിർമ്മാണം, കഥ, സംവിധാനം എല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളൊന്ന് കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ കൊച്ചുമിടിക്കുകയും ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ കോട്ടയം ജില്ല തന്നെയാണ്. നമ്മുടെ പുതുപ്പള്ളിക്കടുത്തുള്ള പാറയ്ക്കക്കടവിലും ഒരു പ്രധാനപ്പെട്ട സീൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല മനോഹരമായ ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേബി കാശ്മീരിയും ഇതിലൊരു മനോഹരമായ ഗാനം ആലപിച്ചിട്ടുണ്ട്. വിജയ് യേശാസ്, വൈക്കം വിജയലക്ഷ്മി, സിത്താര കൃഷ്ണകുമാർ, ബേബി കാശ്മീര എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന ഗായകർ. ഇനി നമുക്ക് കാത്തിരിക്കാം ജനുവരി 3 നമ്മുടെ നാട്ടുകാരനും നമ്മളിൽ ഒരാളായ സുജീഷ് ദക്ഷിണകാശിയുടെ ആദ്യ ചിത്രം. അതിൽ നമ്മുടെ ഹൃദയം കീഴടക്കുന്ന ബേബി കാശ്മീരിയും നിങ്ങൾ ഹൃദയപൂർവ്വം ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. നമ്മള് കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. പട്ടുപുതിയതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം. അപ്പം നമസ്കാരം. നമ്മുടെ ആദ്യം മോളെ ഒന്ന് പരിചയപ്പെടുത്തുക. പേരെന്നായിരുന്നു? എൻ്റെ പേര് കാശ്മീര സുജീഷ്. എനിക്ക് ഒരുമ്പെട്ടവൻ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ച് ഒരുപാട് ഭാഗ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. ഇത് മിസ് ചെയ്യരുത്. നല്ല പടമാണ്. ഇന്ദ്രൻസേട്ടനും നമ്മുടെ ജാഫർ ഒക്കെ ആയിട്ടുള്ള സൂപ്പർ അഭിനയം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരോടൊക്കെ അഭിനയിച്ചത് നല്ല ഭാഗ്യം. ഞാൻ അതിന്റെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നല്ല ഭംഗിയായിട്ട് തന്നെ മോള് ചെയ്തു. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4th 7th ഡേ. 7th ഡേ. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നല്ല സൂപ്പറായിട്ട് പോകുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മളിവിടെ വന്നിട്ട് ചേച്ചി ഒന്നും പരിചയപ്പെട്ടില്ല. ചേച്ചിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ദക്ഷിണ. ഏതാ ക്ലാസ് പഠിക്കുന്നൊക്കെ? എവിടെയാ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? സിനിമ കണ്ടോ? എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല ഫീലിങ്സ് ഉണ്ട്.
ഇതിനു മുമ്പ് ഇങ്ങനെ സിനിമയിലും എല്ലാം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ആ 2-3 എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. ചെറിയത് പാട്ട് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പാട്ടിന്റെ സീനൊക്കെ? സൂപ്പറായിരുന്നു. അതിന്റെ സ്റ്റുഡിയോ എവിടെയായിരുന്നു? എറണാകുളം തന്നെയായിരുന്നു. റെക്കോർഡിംഗ് അല്ല? മോളെ പാട്ട് ഞാൻ കേട്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനിമ അല്ലേ? ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ പടമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വേറെ എക്സ്പീരിയൻസും എല്ലാം അങ്ങനെ നടന്നുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. സിനിമയുടെ പോയി ലൊക്കേഷനിൽ കണ്ട കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ശരിയാ. നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ആയുർവേദ ഫീൽഡിലായിരുന്നു. ഇവിടെ മാങ്ങാനത്ത് വന്നിട്ട് എത്ര നാളായി? ഒരു 1.5 വർഷം. ഞാൻ ബേസിക്കലി കുമരംകാരനാണ്. ശരിയാ. അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ മുഴുവൻ കോട്ടയം അല്ലേ? കോട്ടയം ബേസ് ചെയ്ത്. ഇപ്പം പടത്തിന്റെ വർക്കുകളെല്ലാം പൂർത്തിയായി. ഇപ്പം റിലീസിങ് ഡേറ്റ് ഇന്നിപ്പോ ജനുവരി 3 റിലീസിങ്. അപ്പം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കഥയെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഞാൻ ട്രെയിലർ കണ്ടു, വളരെയേറെ ഭംഗിയുണ്ട്. അതുപോലെ മോളെ സൂപ്പറായിരുന്നു കേട്ടോ. അത് നമുക്ക് പടം ഇറങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതുപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അപ്പം വളരെ നന്ദി. ആയിക്കോട്ടെ. ന്യൂ ഇയറിന് റിലീസാവുന്ന എൻ്റെ പുതിയ സിനിമയാണിത്, ഒരുമ്പെട്ടവൻ. ഒത്തിരി വിശേഷങ്ങളുണ്ട്. ഞങ്ങൾ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഐറ്റം നമ്മൾ ഒരു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടുത്താം. എൻ്റെ കൈ തരുന്ന എന്തിനാ? നിനക്ക് ഇതിനകത്ത് ഇട്ടൂടെ? നീ വേണം പറയറാ. സഹായിക്കാന്ന് വെച്ചപ്പോ അഹങ്കാരം. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. പട്ടുപുതിതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം. പട്ടുപുതിതൊന്നു കാണുന്നതൊന്നുമല്ല, മോള് പറ. എൻ്റെ പേര് കാശ്മീര. എനിക്ക് ഒരുമ്പട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ ഇന്ദ്രൻ അങ്കിളുടെ കൂടെയും ജാഫർ ഡിക്കി അങ്കിളുടെ കൂടെയും ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഭാഗ്യവുമുണ്ട്. പിന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. എൻ്റെയും ഇന്ദ്രൻ അങ്കിളുടെയും ഒരുമ്പട്ടവൻ ടീമിൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോട് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോട് നമ്മള്. പട്ടുപുതിതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം.